അപ്പോൾ ഇന്ന് ടി വിയിൽ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണത് തോന്നിയത്. അതായത് എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളൊരു പേരുള്ളൊരു പാസ്റ്ററിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടും ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതായിട്ടുമുള്ള ഒരു വാർത്തയാണ് കണ്ടത്. യാത്രയിലായിരുന്നു ഞാൻ. ഈ യാത്രക്കിടയിലാണ് എനിക്കിത് കാണാൻ പറ്റി. പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ പാസ്റ്ററല്ലെന്നും അത്തരം പരിപാടികൾ എൻ്റെ ഇല്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ചാനലൊക്കെ ഇങ്ങനെ വാർത്ത വന്നപ്പോൾ, അല്ലെങ്കിൽ പത്രങ്ങളെല്ലാം വാർത്ത വന്നപ്പോൾ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ അവർ പലതവണ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഈ പൊതുസമൂഹത്തിൻ്റെ ജനങ്ങളുടെ ആ ഒരു സംശയം മാറ്റണം എന്നുള്ളതായിരുന്നു. സംശയിക്കാനൊന്നുമില്ല, കാരണം ഞാൻ എൻ്റെ പാസ്റ്ററെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പാസ്റ്റർ ഇപ്പം എൻ്റെ ആ പേര് പറഞ്ഞുകൊണ്ടുള്ള ആ പാസ്റ്ററിൻ്റെ ഈ പരിപാടി ആരംഭിച്ചിട്ട് ഏറെക്കാലം എൻ്റെ നാട്ടുകാരനാണ്, എനിക്കറിയാവുന്നതാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുമാണ്. ഇത്തരം പ്രവർത്തികൾ നേരത്തെ മുതലേ നടക്കുന്നുണ്ടെന്നുള്ളായിരുന്നു നാട്ടുകാർ പലതവണ പരാതി കൊടുത്തതാണ്. ഈ പുത്തൻപീടിയ ഭാഗത്ത് ഒരു വർഷിപ്പ് സെന്ററൊക്കെ ആരംഭിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം പരാതി പ്രശ്നമായി. ജില്ലാ കളക്ടർ വരെ വന്നിട്ട് അത് അടച്ചുപൂട്ടാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല. പോലീസിനെതിരെ നിന്നു, അത്തരം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. അത്തരം ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ഫണ്ടുകൾ ഇവർക്ക് വരുന്ന എവിടെ നിന്നാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത്. ഒരു വേലയും ചെയ്യാതെ ഒരു കൂലിയും ഇല്ലാതെ ഈ പരിപാടി നടത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ദൈവത്തിന്റെ പേരിലും സുവിശേഷത്തിന്റെ പേരിലും നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇപ്പം ഒരു ബാലനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ചാരിറ്റി കുറച്ച് ആൾക്കാരൊക്കെ താമസിപ്പിച്ചിട്ട് പറയുന്നത് കേട്ടു. ഇത് താമസിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി സാമൂഹ്യനീതി വകുപ്പിൽ വന്നിരുന്നു പത്തനംതിട്ട. എൻ്റെ ഓഫീസിനോട് ചേർന്നാണ് ആ ഓഫീസ്. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അപ്പൊ അവര് അന്വേഷിച്ചപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഇതിന്റെ അപേക്ഷ നമുക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറയുന്ന പാസ്റ്ററിന്റെ പേരിൽ എടുക്കാതെ പെർമിഷൻ കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. മറ്റൊരാളുടെ പേരിലാണ് പണിത്. ഇനി ഇതിന്റെ ഉദ്ഘാടനത്തിനും ഇവിടെ കൊണ്ട് തിരിതെളിക്കാനും ഇവനെ സപ്പോർട്ട് ചെയ്യാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ട്. നോക്കിയാൽ അറിയാം. എംപിയും MLA യും മുൻ MLA യും എല്ലാം ഇവന്റെ അടുത്ത് പോയിട്ടുണ്ട്, വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു തട്ടിപ്പ് നടത്തുന്ന ഉടായ്പുകാരനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ അവിടെ പോകാൻ പാടില്ല. അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് വിദേശത്തു നിന്നുള്ള പണമാണ്. അത് വെളുപ്പിക്കാന്ന് പറയും. കാരണം പല ഈ അച്ചായന്മാരുടെയും പൈസ നാട്ടിൽ ബാങ്കിൽ എടുത്താൽ അത് കള്ളപ്പണം ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില പരിപാടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ദൈവവേലയെന്ന് പറയും. പക്ഷെങ്കിൽ ദൈവവേലയേക്കാൾ ഉപരി ഇവർക്ക് കണക്ക് കാണിക്കേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചാരിറ്റി പ്രസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ചാരിറ്റി എക്സംഷൻ കിട്ടും. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇവർക്ക് സേഫ് ആക്കാനുള്ളൊരു മാർഗമാണ് ഇങ്ങനെയുള്ള ഈ അനാഥാലയങ്ങളും ഈ പറയുന്ന ഈ പ്രാർത്ഥനാലയങ്ങളും. ഈ അനാഥാലയങ്ങളുടെ കഥകളെ പറ്റി ഞാൻ ഒരു 3 വർഷം മുൻപ് ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അടുത്ത് എത്ര അനാഥാലയത്തിന്റെ ഉടമസ്ഥരാണ് വന്ന് എൻ്റെ കാലക്കയ്യെ പിടിച്ചെന്നറിയോ? കാരണം അവർക്ക് അറിയാം, എനിക്ക് മനസ്സിലായി ഇത് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്, എങ്ങനെയാണ് ഫണ്ട് വരുന്നതെന്നും അതിന്റെ ഒരു സോഴ്സ് ഞാൻ കണ്ടെത്തിയത് മനസ്സിലായി. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം, ഉടൻ തന്നെ ഷെയർ ചെയ്യാം. എന്താണ് ഈ അനാഥാലയത്തിന്റെ ചെറുതും വലുതുമായ അനാഥാലയം നടത്തിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യമെന്ന്. നാടിനെ നന്നാക്കാനോ മനുഷ്യനെ നന്നാക്കാനോ ഒന്നും അല്ല ഇതൊക്കെ ഒരു വെളുപ്പീരിന്റെ ഭാഗം മാത്രമാണ്. പുറമേ ഭയങ്കര ചാരിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതല്ല എന്ന് തറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും. വളരെ ചുരുക്കം പേര് മാത്രമേ അത്തരം ഒരു ചാരിറ്റി ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇന്ന് കണ്ടുവന്നതും അത് തന്നെയാണ്. ഈ പറയുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചു നാട്ടുകാരും മറ്റുള്ളവരും. സാമൂഹിക വകുപ്പ് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ പാവം പിടിച്ച മനുഷ്യരെ കാണിച്ച് ഈ വിദേശത്ത് ഫണ്ട് സ്വീകരിക്കുകയാണ് ഇയാളുടെ പരിപാടി. കോവിഡ് കാലത്ത് ഈ പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ എനിക്ക് പൊളിഞ്ഞുപോയി. അത് ഒരാൾ എന്നെ എൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. ഞാനത് ബന്ധപ്പെട്ടവരുടെ അടുത്ത് പറഞ്ഞു. വലിയ തട്ടിപ്പിന്റെ ഒരു വലിയ വലയാണ് വിരിച്ചത്. കാരണം ഈ കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം ആര് സഹായം ചോദിച്ചാലും മനുഷ്യൻ കൊടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെറിയ ഈ മനുഷ്യരെ കാണിച്ചുകൊണ്ട് പണം സ്വരൂപിച്ച് ഈ കള്ളപ്പണങ്ങളെ, അതായത് വിദേശത്ത് NRI പൈസകളെയും നാട്ടിലെ പൈസയും വെളുപ്പിക്കുക എന്നുള്ളതാണ്.
അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ജോലി ചെയ്ത് ഒരാൾക്ക് കിട്ടുന്ന പൈസ എത്രയെന്നറിയാം. അതല്ലെങ്കിൽ ഒരു വൈദികനാണെങ്കിൽ, പുരോഹിതനാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്ര നമുക്കൊക്കെ അറിയാം. അപ്പൊ അതൊന്നും അല്ല. പിന്നെ ഇവർക്കൊക്കെ കൊടുക്കാൻ ചില സോഴ്സ് ഉണ്ട്, കൃത്യമായ ചില സോഴ്സുകൾ നമുക്ക് ഈ പണം വരുന്നത്. ആ സോഴ്സിനെയാണ് ഈ കണ്ടെത്തേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ മതപരിവർത്തനം തന്നെയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് തന്നെ പറയാണ്, ഇവിടെ അത്തരം പണം വാങ്ങിച്ചുകൊണ്ട് ഒരു മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത സത്യം തന്നെയാണ്. അത് ഇവരെ പോലെ ചില ആൾക്കാരുടെ പാവം പിടിച്ച മനുഷ്യർ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തിക്കൊണ്ട് അവരുടെ പേര് കിട്ടുന്ന പൈസ ഇവര് ഈ ഒരു ലാവിഷ് എന്നല്ല പറയേണ്ടത്, ആർഭാട ജീവിതം നയിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാവം പിടിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട്, സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ശരിക്കും ചൂഷണം ചെയ്യണം. ഇനിയെങ്കിലും ഇവനൊക്കെ പൈസ കൊടുക്കുന്നവർക്ക് മനസ്സിലാക്കണം. ഈ സുവിശേഷത്തിന്റെ പേരെന്ന് പറയുന്നത് ഒരു 95% സുവിശേഷത്തിന്റെ പേരിൽ ഇപ്പൊ നടക്കുന്നത് ചൂഷണം തന്നെയാണ്. അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതല്ല, ദൈവത്തിന്റെ വചനങ്ങളെയും എടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മറ്റു വലിയ ചൂഷണത്തിന് വല വിരിച്ചിരിക്കുകയാണ്. ആ വലയിൽ പാവം പിടിച്ച് ഒരുപാട് ഈയാമ്പാറ്റകൾ വന്ന് വീഴുന്നുണ്ട്. അവർ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പം പറഞ്ഞു വന്നത്, ഈ തട്ടിപ്പുകാരൻ ഞാനല്ല കേട്ടോ. അപ്പൊ അത് ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അതുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഇതിന്റെ ബാക്കി ഭാഗം വേണ്ടി ഞാൻ വരാം. ഒരുപാട് ഇതിന്റെ ബാക്കി കഥകളുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.